സംസ്ഥാനത്ത് ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാത്തിയും ആർത്തലച്ച് പെരുമഴ. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നിവ പ്രഖ്യാപിച്ചു. അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യാത്രകൾക്ക് നിരോധനം. എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ വയനാട്ടിലും പത്തനംതിട്ടയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പല വീടുകളിലും വെള്ളം കയറി, മരങ്ങൾ വീണും പലയിടത്തും നാശനഷ്ടമുണ്ടായി. കടലാക്രമണവും രൂക്ഷമായിരിക്കുകയാണ്. പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തമായതാണ് മഴ കനക്കാൻ കാരണം. മധ്യ വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ പെയ്തത്. കല്ലാർകുട്ടി, പാമ്പ്ള, പൊരിങ്ങൽകുത്ത് എന്നീ അണക്കെട്ടുകൾ തുറന്നു. അതേസമയം നേരത്തെ തുറന്നിരുന്ന അണക്കെട്ടുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. മലങ്കര ഡാമിൻ്റെ 3 ഷട്ടർ 50 സെൻറ്റിമീറ്ററിൽ നിന്ന് 1 മീറ്ററായി ഉയർത്തി. ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട്. ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള നെയ്യാർ, കല്ലട, അതുപോലെ തന്നെ മണിയാർ, ഭൂതത്താൻകെട്ട് എന്നീ ഡാമുകളും തുറന്നിരിക്കുകയാണ്. മലയോര മേഖലകളിൽ മഴ കനത്തതോടെ മൂവാറ്റുപുഴയാർ നിറഞ്ഞു കവിഞ്ഞു. ഇതോടെ മൂവാറ്റുപുഴ നഗരം ഭീതിയിലായി. മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴികളായ കാളിയാറും തോടുപുഴയാറും കോതമംഗലം ആറും അപകടകരമാം വിധം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ്. ചന്തക്കടവ് മുതൽ ലതാപാലം വരെയുള്ള പുഴയോര നടപ്പാതകളും കുളിക്കടവുകളും വെള്ളത്തിൽ മുങ്ങി. മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ തൊടുപുഴയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. കിഴക്കൻ മേഖലയിൽ മഴ ശക്തിപ്പെടുന്നതോടെ കാളിയാർ പുഴയും നിറഞ്ഞു. ഇതോടെ മഴ കനത്താൽ മൂവാറ്റുപുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലടിയിലാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. വെള്ളാർകുന്നം കടവിൽ ഏതാനും പടികൾ ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം മുങ്ങി. 2018-ലും 2019-ലും 2020-ലുമുണ്ടായ പ്രളയത്തിൽ മൂവാറ്റുപുഴയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിരുന്നു. നൂറുകണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. മഴ കനത്ത സാഹചര്യത്തിൽ റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രതയിലാണ്. അഗ്നിശമന സേനയും പോലീസും സന്നദ്ധ സംഘടനകളും ഏത് സാഹചര്യവും നേരിടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വയനാട്ടിലും കണ്ണൂരിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട്, കോട്ടയം എന്നീ ജില്ലകളിൽ വിനോദസഞ്ചാരത്തിനും കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും പൂർണ്ണമായും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.